ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് എന്താ പറയുക, ഒരു ഔട്ടിംഗ് വ്ളോഗ് ആക്കിയിട്ടിടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നൊന്ന് പുറത്ത് പോകാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഔട്ടിംഗ് വ്ളോഗ് ആക്കിയിട്ടിടാമെന്ന് കരുതി. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാണ് കേട്ടോ. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളും കുറച്ച് ക്ലീനിങ് പരിപാടിയും തീർത്താൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇന്ന് ലീവാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ടൈമിൽ എപ്പോഴും ഫുൾ ടൈം നമ്മൾ പഠിത്തം അങ്ങനെ മാത്രമായിട്ട് ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോവും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഔട്ടിങ്ങുകളൊക്കെ നമുക്ക് മൈൻഡിന് നല്ല റിലാക്സ് തരും, നമ്മളെ സ്ട്രെസ്സ് കുറയ്ക്കും. അങ്ങനെ ഓക്കെ. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വലിയ എന്താ പറയുക, യാത്ര ഒന്നുമല്ല. ഇപ്പം ഞാനിന്ന് പോകുന്നത് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനാണ്. അപ്പം അത് വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ അത് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു സ്ട്രെസ്സും കുറയും. നമ്മൾ രസമായിട്ടൊന്ന് പുറത്ത് പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഒരു ചെറിയ ഒരു ഔട്ടിങ്ങൊക്കെ ഇടയ്ക്കാവാം. അത് നമുക്ക് നമ്മുടെ പഠിത്തം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളെ സ്ട്രെസ്സ് കുറയ്ക്കും. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോകുമ്പോൾ ഒന്ന് ഫ്രഷ് മൈൻഡ് ആവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് പഠിക്കാനൊക്കെ പറ്റും. മറ്റേ നമ്മൾ ഫുൾ ടൈം വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന് ഫുൾ ടൈം പഠിത്തം, പുറത്തൊന്നിനും പോവാണ്ട് ഒരു ഫംഗ്ഷന് കാര്യം ഒന്നും അറ്റൻഡ് ചെയ്യാണ്ട്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് PSC പഠിക്കുന്ന പലരും പറയുന്നത്. പക്ഷെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഡിഫറെൻ്റ് അല്ലേ. എനിക്ക് അങ്ങനെ കഴിയില്ല. കാരണം എനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് വരുന്ന ആളാണ്. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് റിലീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഔട്ടിങ്ങുകളൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ പണികളൊക്കെ വേഗം തീർത്ത് എന്താ പറയുക, ലഞ്ചിൻ്റെ പരിപാടി, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ ലഞ്ചിൻ്റെ പരിപാടി തീർത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താണ്, ഓണമായില്ലേ. എല്ലായിടത്തും ഓണത്തിൻ്റെ വിശേഷങ്ങളും ഫങ്ഷനും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഓണപ്പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരും ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പകലുള്ള പഠിത്തങ്ങളൊന്നും കാര്യമായിട്ട് ഇപ്പോൾ നടക്കില്ല, മക്കൾ വീട്ടിലുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഇപ്പോൾ ഇന്ന് ഒരു ഔട്ടിങ് പുറത്തു പോകാനുള്ളത് കൊണ്ട് തന്നെ അത് ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്താണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ടൈം ടേബിളും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ. പിറ്റേന്ന് എങ്ങനെ ആയിരിക്കണം, അതായത് നമുക്ക് പുറത്ത് പോകുന്ന ടൈം, അപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈം എപ്പോഴത്തേക്ക് മാറ്റണം എന്നുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് വെക്കും. അപ്പോൾ തലേന്ന് തന്നെ ഞാനൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ പഠിത്തം ഞാൻ രാത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലേറ്റ് നൈറ്റ് സ്റ്റഡിയാണെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അതാണ്. എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്ന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടൈമാണ് എപ്പോഴും ഞാൻ പഠനത്തിനായിട്ട് ചൂസ് ചെയ്യൽ. ഇന്നിപ്പോൾ മക്കൾ പകൽ വീട്ടിലുള്ളതുകൊണ്ടും പിന്നെ ഇങ്ങനെ പുറത്ത് പോകാനുള്ളതുകൊണ്ടും ഞാൻ ഇന്നൊരു ലേറ്റ് നൈറ്റ് സ്റ്റഡീൻ്റെ ടൈം ടേബിളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെന്താ പറയുക, ഇപ്പോൾ അങ്ങനെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, കാര്യമായിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനും പിന്നെ കുട്ടികൾക്ക് ലീവും അല്ലേ, അപ്പോൾ പുറത്തൊന്ന് പോയി അവരൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഔട്ടിങ് കാര്യമൊക്കെ ഉണ്ടാകുമ്പം മനസ്സിനൊരു ബേജാറാണ്. അതായത് പഠിക്കാനുള്ള ടൈമാണല്ലോ പോകുന്നതെന്നുള്ളൊരു ചിന്ത ഇടയ്ക്ക് വരലുണ്ട്. നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്കങ്ങനെ വരും. അതായത് നമ്മൾ കൺസിസ്റ്റൻസി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര ടൈം പഠിക്കുന്നു എന്നല്ല, നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് പഠിത്തം ഫോളോ ചെയ്താൽ ഒരു ദിവസം പോലും നിങ്ങൾക്കത് മിസ്സാക്കാൻ തോന്നില്ല. അങ്ങനെ മിസ്സായാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് എനിക്കിപ്പോൾ ഫീൽ ചെയ്യലുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറാൻ എങ്ങനെയായാലും ഇപ്പോൾ ഒരു ലോങ് ടേം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും നമ്മൾ ട്രാക്കിൽ കയറി കിട്ടാൻ ഒരു 6 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരിക. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ലാഞ്ഞാൽ പറ്റില്ല. ഒരു ദിവസം പോലും ഇപ്പോൾ നമുക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണെങ്കിലും ഇപ്പോൾ എഴുതിയിട്ടോ നോട്ട്സ് എഴുതാനൊന്നും വയ്യെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഹെഡ്സെറ്റ് വെച്ചെങ്കിലും പഠിക്കും. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പം
ചില സമയത്ത് ഭയങ്കര ടെൻഷനാണ്, പഠിക്കാനുള്ള ടൈമാണല്ലോ പോകുന്നതെന്ന്. പക്ഷേ അന്ന് രാത്രി വന്നിട്ട് അത്രയും ടൈം കവർ ചെയ്ത് പഠിച്ചതിന് ശേഷമേ ഞാൻ ഉറങ്ങുള്ളൂ. നമുക്കത് അങ്ങനെ ഉറങ്ങാൻ തോന്നുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു PSC പഠനത്തിൽ. കാരണം പിന്നെ ഒരിക്കലും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് 8 മണിക്കൂർ പഠിച്ചു, 10 മണിക്കൂർ പഠിച്ചു. അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. നമ്മളൊരു ദിവസം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും ആ പഠിക്കുന്ന ടൈം എഫക്റ്റീവായിട്ട് വേറെ ഒന്നിലും ഇൻട്രാക്ട് ചെയ്യാണ്ട് വെറും പഠനം മാത്രമായിട്ട് പഠിക്കുമ്പോഴാണ് അത് നന്നായിട്ട് ഫലം കാണുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ എന്നല്ല, നമ്മൾ ഈ കിട്ടുന്ന 5ഉം 10ഉം 15ഉം ഒക്കെ സമയം കൂട്ടി വെച്ചിട്ടാണ് എന്താവുക, ഒരു നല്ല വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. ഡെയിലി പഠിക്കുക. ഇന്നിപ്പോൾ ഒരു അരമണിക്കൂറാണ്, അത് പഠിക്കുക. നാളെ ചിലപ്പോൾ 1 മണിക്കൂർ കിട്ടും, മറ്റന്നാൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കിട്ടുള്ളൂ. ആയിക്കോട്ടെ, ആ സമയത്ത് നല്ല PYQs ഒക്കെ ചെയ്ത് അങ്ങനെ പഠിക്കുക. അപ്പം എന്താ പറയുക, കൺസിസ്റ്റൻസ് ആയിട്ട് പഠനം തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങി. അപ്പോൾ നെസ്റ്റോയിലാണ് കേട്ടോ വന്നത്. നെസ്റ്റോയിൽ ഇപ്പോൾ നല്ല ഓണം ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങി. അപ്പോൾ അവിടെ അതാ ഓണപ്പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂക്കളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളതൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ ഞങ്ങൾ ചെറിയൊരു കൂൾ ബാറിൽ കയറിയിട്ട് ഒരു ഫലാഫിലും ലൈമും കുടിച്ചു. അപ്പോൾ കാര്യമായിട്ടിപ്പോൾ ഇന്നത്തെ ഒരു ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കുട്ടികൾക്കും ഇപ്പോൾ ഇത്രയും ദിവസം സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ ഇപ്പോൾ ഒന്ന് ലീവായി റിലാക്സ് ആയത്. അപ്പോൾ അവർക്കും അതൊരു റിലാക്സാണ്. എനിക്കും എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.